ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടിൻ്റെ തന്നെ പേരുള്ള ഒരു ഐറ്റമാണെന്ന് കാണിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും. അത് തന്നെ കണ്ണൂരപ്പം. അപ്പോൾ കണ്ണൂർ എന്നുള്ള ആ നാടിൻ്റെ പേരിനൊപ്പമാണ് ഇതിനെ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനെ നമ്മൾ പഞ്ചസാര ചേർത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പഞ്ചാര അപ്പം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉണ്ണിയപ്പക്കാരയിൽ ചെയ്യുന്നതുകൊണ്ട് അതിനെ കാരയപ്പം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇത് വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 1 കപ്പ് പച്ചരി മാത്രം മതി ഇതിന്. പിന്നെ ഇത്തിരി പഞ്ചസാരയും മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ്, റേഷനരി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വെള്ളത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് ഇത് നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഞാനിത് കുതിർന്ന് വരട്ടെ. അതിനിപ്പം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കഴുകി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ കൂടെ 1/4 കപ്പ് മൈദയാണ് ആവശ്യം. അത് അപ്പം ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കാനാണ്. പിന്നെ വേണ്ടത് ഞാനിപ്പോൾ പഞ്ചസാര പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അരിയുടെ കൂടെ അരച്ചാൽ മതി. 1 കപ്പ് തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്, ചമ്പാവിൻ്റെ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഇത്തിരി ഏലക്കപ്പൊടിയാണ് ആവശ്യം. ഇനി ഒരു ജാർ എടുക്കാം. ഇത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചരി ആദ്യം ഇതിലോട്ടൊന്ന് മാറ്റാം. കൂടെ തന്നെ ഈ ചോറൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ചോറൊക്കെ നമുക്ക് ചേർക്കുന്നത് ഇതൊക്കെ ഒരു സോഫ്റ്റായിട്ട് വരാനാണ്. പിന്നെ മൈദ കൂടെ ചേർക്കാം. പിന്നെ ഈ സോഡാ പൗഡറും പിന്നെ ഈ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. നല്ല തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം ഗ്രാനുൾസ് ആണെങ്കിൽ നമ്മൾ അത് അരയ്ക്കുമ്പോഴത്തേക്കും അരി അരയ്ക്കുമ്പോൾ കൂടെ അരച്ചാൽ മതി. ഞാനിപ്പോൾ മിക്സിയിൽ കഴുകി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഏലക്കപ്പൊടി കൂടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചെയ്യാൻ. വെള്ളമൊന്നും കൂടിപ്പോവുകയും ചെയ്യരുത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണേ. നമുക്ക് ഇത് നന്നായിട്ട് ഈ പഞ്ചസാരക്ക് നന്നായിട്ട് അലിയുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യേണ്ടി വരും. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 8-10 മണിക്കൂർ നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം രാത്രി ഒന്ന് അരച്ച് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും രാത്രിയാണ് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം ഞാനൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അത്രയ്ക്കൊന്നും ഫെർമെൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്നാൽ ആവശ്യത്തിന് ഒന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. വെള്ളം ഒന്നും കൂടണ്ട, ഈ ഒരു കണക്ക് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കലക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് അടി കലക്കിയെടുക്കണം. എടുത്തിട്ട് ഇനി ഇതുപോലത്തെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതൊന്ന് എണ്ണയൊന്ന് ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോ സ്പൂണെടുത്ത് ഓരോ കുഴിയിലായിട്ട് നമുക്കൊന്ന് ഒഴിച്ച് വെക്കാം. അപ്പം ഒഴിച്ചിട്ട് ഇത് ഒഴിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിടണം. എങ്കിലേ നമുക്ക് ആ വൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പുറമേക്ക് വൈറ്റും അടിയിലൊന്ന് ഗോൾഡൻ കളറുമാണ് വരേണ്ടത്. അപ്പം ഞാനിപ്പം അതൊന്ന് 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് പതിയെ നമ്മളിതിപ്പോൾ ഇതാവുന്ന സമയത്ത് തന്നെ ഒന്ന് തിരിച്ചിടാം. അപ്പം ഇതിപ്പം ഞാനിപ്പോൾ ഉണ്ണിയപ്പം ചട്ടി എനിക്ക് ഞാൻ കുറേ ദിവസമായി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒട്ടൽ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ ഈ മാവ് ഇങ്ങനെ പുറത്തൊക്കെ തള്ളൊന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കണക്കിന് തന്നെ വരുള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. എല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഇനി തീ ഒന്ന് മീഡിയത്തിലോട്ട് വെച്ചിട്ട് വേണം ഇനി ഒന്ന് അതിൻ്റെ അടിയൊന്ന് നമുക്കൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടത്, അല്ല ഒരു ഗോൾഡൻ കളറിലോട്ട് എത്തിക്കേണ്ടത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഒഴിക്കുമ്പോഴത്തേക്കും തീ അല്പം ഒന്ന് ചൂട് വേണം. എന്നിട്ട് ഇതൊന്ന് ലോയിലോട്ട് വെച്ചിട്ട് പിന്നെ വേണം അത് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടെ മീഡിയത്തിൽ വെച്ച് ഈ ഒരു കണക്കിനാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ട്രിപ്പും ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു വൈറ്റ്നസ് നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് എടുക്കാം.
ഉണ്ണിയപ്പം ഉണ്ടാക്കും പോലെയൊക്കെ തന്നെ ഇതിൽ ഉണ്ണിയപ്പത്തിൽ നമ്മൾ ശർക്കര ചേർക്കും. ഇത് നമ്മൾ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ഇതിനെ പഞ്ചാരപ്പം എന്നും കൂടെ പേരുണ്ട്. കാരണം പഞ്ചസാര ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചാരപ്പം എന്നുള്ള പേര്. പിന്നെ ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന് കാരയപ്പം എന്നും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ണൂരപ്പം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ കാരയപ്പം, പഞ്ചാരയപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാം ഒരേ സാധനം തന്നെയാണ്. അപ്പം ഇത് നമ്മൾ വേറെ ഏതെങ്കിലും പേര് ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് അടി കണ്ട നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പം അല്പം മീഡിയത്തിലോട്ട് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് സമയം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമ്മൾ ഇത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെയാണ്. ഉണ്ണിയപ്പം പോലെയല്ല. ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വശവും ഒരുപോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ആ ഒരു കണ്ണൂരപ്പം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ ഇങ്ങനെയാണ്. ഒരു മേളിൽ അല്പം വൈറ്റും അടിയിൽ നല്ല ഒരു ഗോൾഡൻ ബ്രൗണും ഇതാണ് അതിൻ്റെ ഒരു രൂപം. ഇപ്പം ഞാനിപ്പം ബാക്കിയുള്ള മാവുകളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ മാവ് തീരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്യേണ്ടതാണ്. അപ്പം ഇതിപ്പോൾ ഏകദേശം എനിക്കൊരു ഈ ഒരു കണക്കിന് ഒരു 10-40 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിയപ്പക്കാരയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഒന്നും അടി പിടിച്ചു പോയി. പക്ഷേ പിന്നെ അത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അടിയിൽ പിടിച്ചതിൻ്റെ ഒരു അങ്ങനെ ഇളകാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യമായപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ഈ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതുപോലെ അടിയിൽ ഗോൾഡൻ കളറും മേളിൽ ഒരു വൈറ്റ് കളർ, ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ രീതിയിലാണ് അത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എല്ലാം എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഇത്തിരി ക്ഷമയോടെ ആ ചെയ്യുന്ന സമയത്തുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. തീയൊന്ന് ആദ്യത്തെ ഒഴിക്കുമ്പോഴത്തേക്ക് തീയൊന്ന് ലോ വെച്ചിട്ട് പിന്നെ അത് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് ഏകദേശം ഇത്രയും കിട്ടും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മൈദയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ അത് ചേർക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ശരിക്കും നല്ലൊരു ടേസ്റ്റുമാണ്. ഈ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കറക്റ്റാണ്. 3/4 കപ്പ് എടുത്ത് ചേർത്താൽ ഇത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഈ ഒരു കണക്കിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തെളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാനും പറ്റും. വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.